മലനാട്ടിൽ നിന്നും വളരെ പ്രശസ്തമായിട്ടുള്ള നിലയിൽ സർക്കാരിൽ ജോലി സമ്പാദിക്കുകയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS UPSC പരീക്ഷ എഴുതി മലനാട്ടിൽ നിന്നും നമുക്ക് ഏവർക്കും അഭിമാനകരമായി പാസ്സായി സർക്കാർ തലങ്ങളിൽ വിവിധ ഉന്നത നിലകളിൽ എത്തിച്ചേർന്ന ശ്രീ MS ജോസഫ് സാറ്, പിന്നെ ജോസഫ് സാറിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അദ്ദേഹത്തോട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഉന്നതമായ നിലകളിൽ എത്തിച്ചേരുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അത് ഏറ്റവും അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഇൻസ്പിറേഷനായിട്ട് തീരുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം താമസിക്കുന്നതായിട്ടുള്ള തിരുവനന്തപുരം വീട്ടിൽ വെച്ച് ഞങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂ മാസിൻ്റെ അധീനതയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. സാർ, അങ്ങയെപ്പറ്റി കേരളത്തിൽ അറിയപ്പെടാത്ത ആരും വളരെയധികം പൊതുജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് MS ജോസഫ് സാർ എന്നുള്ള അങ്ങയോട് ചില കാര്യങ്ങൾ, അങ്ങയുടെ ജീവിതകാലം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ടാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ജനനസ്ഥലം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബാല്യകാലം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് അങ്ങൊന്ന് വിവരിക്കാമോ? എൻ്റെ ജന്മസ്ഥലം പേര് കുറിഞ്ഞിപ്പിലാവ്. അധികമാരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഇന്നും കേരളത്തെ കുഗ്രാമങ്ങളിലൊന്നാണ് കുറിഞ്ഞിപ്പിലാവ്. മേനച്ചിൽ താലൂക്കിലെ കിഴക്കൻ പ്രദേശത്തുള്ള, ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ മലമടക്കുകളിലെ താഴ്വാരത്തുള്ള ഒരു പ്രദേശമാണ് കുറിഞ്ഞിപ്പിലാവ്. വളരെ ചെറിയതാണ്. അവിടെ എല്ലാ നാനാജാതി മതസ്ഥർ ഇന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ മലയേറിയ സമുദായത്തിൽപ്പെടാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. മലയേറിയന്മാരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരും അവരോടൊപ്പം തന്നെ അത്രയും ആളുകൾ മതം സ്വീകരിക്കാത്ത ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ പള്ളിയിൽ പോകണമെന്നും സൺഡേ സ്കൂളിൽ പോകണമെന്നും അങ്ങനെ സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും പങ്കെടുക്കണമെന്നും വലിയ നിർബന്ധമായിരുന്നു. എനിക്കതിൽ പോകുന്ന വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അവിടെ സൺഡേ സ്കൂളിന് വരുന്നവരും പള്ളിയിൽ വരുന്നവരൊക്കെ എന്നേക്കാൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ളവരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. പല സാമ്പത്തികമായിട്ടും അല്ലാതെ ഉയർന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കുട്ടികളുടെ കൂടെ. പക്ഷെ ഒരിക്കലും എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നിയിട്ടില്ല. നല്ല വസ്ത്രമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ഭക്ഷണമില്ലാത്തത് കൊണ്ട് അതൊന്നും ഒരു ഇൻഹിബിറ്റി, ഒരു നമ്മളെ കുറച്ച് കാണിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആത്മവിശ്വാസമായിരുന്നു. ഈ ഒരു വിൽ പവർ, ഇച്ഛാശക്തി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ നടത്തിയെടുക്കണം എന്നൊരു ഇച്ഛാശക്തി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അന്ന് ആ പ്രദേശത്തെങ്ങും സ്കൂളില്ല. കുറിയപ്പിലാവിലെ ചുറ്റുപാട്ടിലൊന്നും ഒരു സ്കൂളില്ല. പക്ഷേ സഭയുമായിട്ട് ചേർന്ന് ഒരു സഭയിലെ സഭാ ശുശ്രൂഷകൻ ഉപദേശിയും എല്ലാം CSI സഭയുമായിട്ട് ചേർന്ന് CSI സഭയുമായിട്ട് ചേർന്ന് എല്ലാ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒരു 9:30 മുതൽ 1-2 മണിക്കൂർ നേരം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. അതായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. നാട്ടിൽ കിട്ടിയത് അതായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിൽ പോയത് ഇടമറ സെൻറ്റ് ആൻ്റണീസ് സ്കൂൾ, ഇടമറയിലുള്ളത്. 5-6 മൈൽ നടക്കണം. ഒന്നിറങ്ങി താഴെ വന്നിട്ട് പിന്നെ നടക്കണം. വാഹനങ്ങളൊന്നും വന്നില്ല. റോഡുണ്ട്, പക്ഷേ വെറും കച്ചാ റോഡാണ്. വണ്ടിയൊന്നും ഓടില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ല ലോറിയോ ജീപ്പോ പോയാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇടമറ സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കത്തോലിക്ക സ്കൂളാണ്, കത്തോലിക്ക മാനേജ്മെൻറ്റ്. അധ്യാപകരിൽ പകുതിയിലധികം പേര് മറ്റ് സമുദായക്കാരായിരുന്നു.
പ്രത്യേകിച്ച് നായന്മാരായിരുന്നു. കത്തോലിക്കർ വളരെ കുറവായിരുന്നു. ഹെഡ് മാസ്റ്റർ കത്തോലിക്കരായിരുന്നു, കെ ജോസഫ് സാർ. ഇപ്പോഴും ഞാൻ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കുന്നത് പോലും. ഇത്രയും വലിയ മനുഷ്യരായിരുന്നു. എന്നെ വളർത്തിയെടുക്കുന്ന നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് കെ ജോസഫ് സാറ്. അതുപോലെ ആ സ്കൂളിൽ നിലനിന്നിരുന്ന മതാധിഷ്ഠം, ഈ മതേതര അന്തരീക്ഷമാണ്. അവിടെ സെക്കുലർ അറ്റ്മോസ്ഫിയറായിരുന്നു സ്കൂളിലുണ്ടായിരുന്നത്. എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഞാനിപ്പോഴും ഒരു ഉദാഹരണം പറയാം. ഞാൻ 3rd ഫോമിൽ പഠിക്കുമ്പോൾ, 3rd ഫോം എന്ന് സാർ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ 7ാം സ്റ്റാൻഡേർഡ് ഇന്നത്തെ 7ാം സ്റ്റാൻഡേർഡ്. ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് ആ സ്കൂളിൻ്റെ മാനേജരായിരുന്ന പിന്നീട് മരിച്ചുപോയ ഒരു അച്ഛനുണ്ടായിരുന്നു. ഫിലിപ്പ് എട്ടനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വെള്ളി മെഡൽ വെച്ചിരുന്നു. അത് 2nd ടേമിലെ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നു. ആ മെഡലിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കുറച്ച് പേര് വളരെ കോമ്പറ്റീഷനോടുകൂടി വാശിയോടുകൂടി അതിൽ എന്നെ കൂടാതെ സെലീന എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ ആ പള്ളിയിലെ കൈക്കാരെന്ന് പറഞ്ഞപ്പോൾ സഭയുടെ നടത്തിപ്പിലെ മുൻ സഭാ പ്രമാണി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ എല്ലാ കാര്യം നടത്തുന്ന ആൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അരയത്തിനാൽ എന്ന് പറഞ്ഞൊരു കുടുംബത്തിലെ അങ്ങേരുടെ മകളാണ്. പഠിക്കുക, ഒരുപാട് പഠിക്കാൻ പഠിക്കുക. പിന്നെ ഒരു PJ ജോസഫ്. ആ PJ ജോസഫാണ് പിന്നീട് കാലിക്കറ്റ് ഉണ്ടായിരുന്ന സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ട് പോയി. അദ്ദേഹം വൈദികനായി, കാതലിക് വൈദികനായി. ഈ സെലീനയും അച്ഛനെയും PJ ജോസഫിനെ ഞാൻ എറണാകുളം കളക്ടറായി രണ്ടുപേരും അവിടെ വന്നിരുന്നു. ഞങ്ങളിവിടെ ഒരു ദിവസം താമസിച്ചിട്ട് പോയി. അങ്ങനെ അതായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് 1ാമത്തെ കിട്ടി. എനിക്ക് 63 മാർക്ക്, സെലീനയ്ക്ക് 62, PJ ജോസഫിന് 61. ഇങ്ങനെയായിരുന്നു മാർക്ക്. അപ്പോൾ ഇപ്പോഴാണ്, അന്നതൊന്നും ചിന്തയില്ല. ഇപ്പോൾ ഞാൻ ആലോചിക്കുക, കത്തോലിക്ക മാനേജ്മെൻറ്റ്, കത്തോലിക്ക സഭയിലെ പ്രമുഖൻ്റെ മകളാണ് സെലീന. പഠിക്കാൻ മിടുക്കിയാണ്. ഞാൻ ആ സെലീന ആർക്ക് കൊടുത്താലും ആരും ഒന്നും പറയില്ല. അത് ഏത് വർഷമായിരുന്നു സാർ? ഏകദേശം 1948 49 ആയിരിക്കണം. അവിടെ സാറ് പഠിച്ചത് 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണോ അതോ അതിന്? അവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. ശരി. അപ്പോൾ അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു? അതിനുശേഷം ഞാൻ നമ്മുടെ ഇരുവാപ്പുറമാറ്റത്തിലുള്ള MDC മെസ്സേജ് സ്കൂളിൽ പോയി ചേർന്നു. എടമലൻ്റെ സ്കൂളിൻ്റെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. അന്നൊക്കെ സ്കൂൾ ടേമിനൽ എക്സാമിനേഷൻ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല പരീക്ഷാ പേപ്പർ, ആൻസർ പേപ്പർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് അതിൻ്റെ മാർക്ക് വായിക്കും. ആ ഹെഡ് മാസ്റ്റർ അച്ഛൻ ജോസഫ് സാറാണ് കണക്കം പഠിപ്പിക്കുന്നത്. അദ്ദേഹം അത് ക്ലാസ് കൊണ്ടുവന്ന് മാർക്ക് വായിച്ചു. പലരുടെയും പേര് വായിച്ചു. എൻ്റെ പേര് വിളിക്കുന്നില്ല. ഓരോരുത്തരും പേര് വിളിച്ചിട്ട് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. നോക്കിയിട്ട് കള്ളത്തിരി കൊടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ പേര് വിളിക്കുക, അല്ലെങ്കിൽ പരവേശമായിട്ടിരിക്കുക, എന്താ വേണം. അപ്പം MS ജോസഫ് സ്റ്റാൻഡപ്പ്. ഞാൻ എഴുന്നേറ്റ് പകുതി വരയ്ക്കുന്നു. പേടിച്ച് എനിക്ക് എന്തെല്ലാം അറിയത്തില്ല. ഈ ജോസഫ് സാർ ഒരു കടുവയാണ്, ഭയങ്കര ഡിസിപ്ലിനറിയാണ്. അപ്പോൾ എന്താണോ അദ്ദേഹത്തിനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചിരിക്കുകയാണ്. 99 എവിടെ പോയി? ഒരു മാർക്ക് എവിടെ പോയി? വലിയ ഗൗരവത്തോടാണ് ചോദ്യം. ഈ ഒരു മാർക്ക് എവിടെ പോയി? ഇനി എഴുതുമ്പം 100 മേടിച്ചോണം. ഈ പ്രാവശ്യം ഒരു മാർക്ക് ഞാൻ എൻ്റെ സൗജന്യമായിട്ട് ഞാൻ തരികയാണ്, ഒരു മാർക്ക് എന്നും പറഞ്ഞിട്ട് അത് വെട്ടിത്തിരുത്തി 99 വെട്ടി ഒന്നുകൂടെ ചേർത്തിട്ട് 100 അത് മാത്തമാറ്റിക്സിന്. അപ്പം 99 + 1 അങ്ങനെയിട്ട് 100 എന്ന് പറയുന്നത്. അതൊക്കെ എൻ്റെ ചെറിയ മനസ്സിൽ ഈ കുഞ്ഞുനാളിൽ ഇങ്ങനെയുള്ള അധ്യാപകർ അന്ന് വലിയ ആൾക്കാരാണ്. അവർ നേടുന്ന ആ പ്രോത്സാഹനമൊക്കെ ഇന്ന് ആലോചിക്കുക എത്ര നന്ദിയോടെയാണ് ഞാനത് ഓർക്കുന്നത്. അതൊക്കെ അത്ഭുതകരമായിട്ട് നോക്കുന്നു. ഹൈസ്കൂളിൽ എങ്ങനെയായിരുന്നു സാറിൻ്റെ SSLC പാസ്സാകാനായിട്ടുള്ള അറ്റംപ്റ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എടമറ ഹൈസ്കൂളിൽ നിന്ന് നമ്മുടെ ഹൈസ്കൂളിൽ പോയി ചേർന്നപ്പം, നമ്മുടെ എന്ന് പറയുന്നത് CSI മാനേജ്മെൻറ്റിൻ്റെ CSI മാനേജ്മെൻറ്റ് എന്ന് പറയാൻ തീരില്ല. ആ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്ന മിഡിൽ സ്കൂൾ ഇരുമാപ്രയായിരുന്നു.
ഇംഗ്ലീഷ് മീഡിയം മിഡിൽ സ്കൂൾ. അത് പാസ്സായ ശേഷം തുടർ വിദ്യാഭ്യാസം നടത്താനാകാത്ത ഒരുപാട് ആൺകുട്ടികളും പെണ്ണുങ്ങളും ചെറുപ്പക്കാർ ആ പ്രദേശത്തുണ്ടായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഒരു ഹൈസ്കൂള്. ഇപ്പോൾ അവിടെ നമുക്കൊരു എന്തോന്നാ സുവിശേഷാലയം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് സഭയുടെ ആനുകൂല്യമൊന്നും ഇല്ലാതെ നടത്തുന്നൊരു സുവിശേഷാലയം ഉണ്ടായിരുന്നു. അത് ഒരു സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ആയിട്ടുണ്ട്. അതൊക്കെ നടത്തിക്കൊണ്ട KS ദാനിയേൽ അച്ഛനായി പിന്നീട് അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ആ കുട്ടികളെയൊക്കെ കൂട്ടം വിളിച്ചിരുത്തിയിട്ട് ദൈവമേ തുടർന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ, അതിനുള്ള സ്ഥാപനം ഞങ്ങൾക്ക് കിട്ടണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തുമാത്രം ഉത്കടമായ ആഗ്രഹമായിരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ ആൾക്കാർക്കുണ്ടാകുന്ന തെളിവാണ്. അവരിൽ ഞാൻ ഫോർത്തിൽ ചേരുമ്പോൾ, ഫോർത്തെന്ന് പറയുന്നത് എയ്ത്തിൽ ചെന്ന് ചേരുമ്പം 5th-ലും 6th-ലും പഠിക്കുന്ന പിള്ളേരിൽ ഒരു 30-40% എല്ലാം ചെറുപ്പക്കാർ ഈ 30-35 വയസ്സ് പ്രായമുള്ളവരായിരുന്നു. ആണും പെണ്ണും 30 വയസ്സ് പ്രായമുള്ളവരായിരുന്നു അവർ. അതായിരുന്നു ഞങ്ങളുടെ സ്കൂള്. പക്ഷേ അന്ന് എനിക്ക് പറ്റിയതെന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ ചെന്ന് ഞാൻ വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ദരിദ്രരായിരുന്നു എൻ്റെ കുടുംബം. ആയതല്ല, അങ്ങനെ ആക്കപ്പെട്ടതാണ്. എൻ്റെ പിതാവ് കുറിയപ്പിലാവ് പള്ളി ഇരിക്കുന്നതിൻ്റെ പടിഞ്ഞാറേ വശം മുഴുവൻ ഞങ്ങളുടെ ഒരു കുടുംബക്കാരുടെ ആയിരുന്നു. പിന്നീട് വീതിച്ച് പോയി. അതിൽ ഉണ്ടായിരുന്ന എൻ്റെ അപ്പൻ്റെ വസ്തു ഒരു സിറിയൻ കാത്തലിക്, അവരുടെ അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെയൊക്കെ ദ്രോഹിച്ച് ചതിച്ച് അവരുടെ ഭൂമിയൊക്കെ കൈക്കലാക്കി പോകുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ എൻ്റെ അപ്പനും ആ ചതിയിൽപ്പെട്ടു. ഞങ്ങളുടെ 10-16 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു തെങ്ങിൻതോപ്പ്. അത് മുഴുവൻ അവിടെ നിന്ന് ഞങ്ങൾ കള്ളക്കേസ് കുടുക്കി പുറത്തായി. ഒന്നുമില്ലാതെ പിന്നെ അമ്മയ്ക്ക് കിട്ടിയ സ്ത്രീധനം കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചൊരു 2 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത്. അങ്ങനെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം ഇന്ന് അന്ന് തോന്നില്ല. വിശപ്പാണെങ്കിലും ദാഹമാണെങ്കിലും കുടിക്കാനും കൊടുക്കാനും ഒന്നുമില്ലെങ്കിലും ധൈര്യത്തോടെയുള്ള പോക്കാണ്. അതിന് അങ്ങേയറ്റത്തെ പ്രോത്സാഹനം കിട്ടിയ ഇടമായിരുന്നു ഇടമുറ ഹൈസ്കൂൾ. നമ്മുടെ MD CMS ഹൈസ്കൂൾ വന്നപ്പം അത് ഉണ്ടായില്ലെന്ന് ദുഃഖത്തോടെ പറയട്ടെ. എന്നെ അവിടെ 4th ഫോമിൽ ചേർക്കാൻ ഞാനും ചേട്ടനും കൂടെയാണ് പോയത്. 4th ഫോം എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്. അന്ന് 4th ഫോം എന്നാണ് പറയുന്നത്. 4th ഫോം. അത് ചെന്ന് ചേർന്നപ്പം വേറെ കാര്യങ്ങൾ പറഞ്ഞാലേ അതിൻ്റെ മനസ്സിലാവുള്ളൂ. ഹൈസ്കൂൾ ഈ ഇടമറ സ്കൂളിൽ എന്നെ ചേർക്കാൻ കൊണ്ടുപോയത് എൻ്റെ അപ്പനാണ്. എന്നെ ചേർക്കാൻ. അപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് കുട്ടിയുടെ ജാതി, മതം, വയസ്സ് ഇതെല്ലാം നിശ്ചയിക്കുന്നത് അപ്പനാണ്, രക്ഷകർത്താവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം സാറ് ചോദിച്ചു, കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 5 കാണും, സാറിന് ഇഷ്ടമുള്ള എഴുതിക്കോ എന്ന് പറയും. ആ വാസ്തുവിലന്ന് എനിക്ക് 7-8 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ സാർ എഴുതി 5 എന്ന്. അങ്ങനെ 2-3 വയസ്സ് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചേരുന്നത് തന്നെ. പിന്നെ ജാതി എഴുതിയ കൂട്ടത്തിൽ ഒരു കോളമുണ്ട്, റിലീജിയൻ, കാസ്റ്റ്. ഇതാണ് റിലീജിയൻ എന്നുള്ളത് ആംഗ്ലിക്കൻ ക്രിസ്ത്യൻ, ജാതി നടത്ത് മലയാളിയൻ എന്നെഴുതി. എൻ്റെ SLC ബുക്കിലുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂളിൽ ചെന്ന് 4th ചെന്നപ്പോൾ അഡ്മിഷനാണ് എഴുതി കൊടുത്തു. അന്ന് ചേട്ടൻ ഞാനും കൂടെ പോയത്. അവിടെ ഫാറം ഫില്ലപ്പ് ചെയ്തപ്പോൾ ചേട്ടൻ എഴുതി ഇങ്ങനെ ആംഗ്ലിക്കൻ ക്രിസ്ത്യൻ, CMS ക്രിസ്ത്യൻ. അന്ന് CMS ആണ്, CSI ഇല്ല. CMS ക്രിസ്ത്യൻ, മലയാളിയൻ, ജാതി നടത്ത മലയാളിയൻ. അയ്യോ, അതൊരു ഭൂകമ്പം സൃഷ്ടിച്ചു. അന്ന് സ്കൂളിൻ്റെ ഹെഡ് ക്ലർക്കായിട്ടിരുന്ന ഒരു ആൾ,
അദ്ദേഹം ഞങ്ങളുടെ കുറിപ്പിലെ സഭാപ്രവർത്തനമായിരുന്നു, നന്നായിട്ട് പ്രസംഗിക്കും ആയിരുന്നു. അദ്ദേഹം ഈ സ്കൂളുണ്ടാക്കാൻ വേണ്ടി പടപ്പിരിവിനൊക്കെ കൂട്ടത്തിൽ മുന്നിൽ നിരന്ന് പ്രവർത്തിച്ച ആളാണ്. ഒരുപാട് സഭാസഭകൾ നടത്തി സ്കൂൾ പഠനത്തിൽ കാര്യമായി പങ്കുവഹിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം SLC പാസ്സായ ആളല്ല. എന്നാലും ഇതൊക്കെ കണക്കിലെടുത്ത് മാനേജർ അദ്ദേഹത്തെ ക്ലർക്കായിട്ട് വെച്ചാൽ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ മലയാളം എഴുതി. അത് മാറ്റിയെഴുതണം. അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളായിരുന്നു. പിന്നെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് മോശമായി ഇങ്ങനെയൊക്കെ എഴുതുന്നു മലയാളം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും ഇതൊക്കെ പറയുകൊണ്ട് നടക്കണം, നാണം കേട. അപ്പോൾ ചേട്ടൻ പറയാം അങ്ങനെയല്ല സാറേ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, അത് എഴുതണമെന്നാണ്. വായിച്ച് പിടിക്കാതെ മാറ്റിത്താ. ഇല്ല, അത് മാറ്റുന്ന പ്രശ്നമില്ല. പറഞ്ഞു വലിയ ബഹളമായി, ഒച്ചയായി ബഹളമായി. അപ്പോൾ ഈ ഒച്ചയും ബഹളം കേട്ടുകൊണ്ട് തൊട്ടടുത്ത റൂമിലായിരുന്ന ഹെഡ് മാസ്റ്റർ MC ഈപ്പനച്ചനായിരുന്നു ഹെഡ് മാസ്റ്റർ. അദ്ദേഹം ഇറങ്ങുന്നു, എന്താ ഇവിടെ ബഹളം നടക്കുന്നത്? അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ ഈ ഫാറോലെടുത്തോണ്ട് പറയാം, അച്ഛൻ്റെ അടുത്ത് ചെന്നു ഈ ഹെഡ് ക്ലാർക്ക്, അച്ഛാ നോക്കിയ അച്ഛാ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മലയാളമായിരുന്നു. പണ്ടങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പം അങ്ങനെയൊക്കെ ഒന്ന് നാണം കേടല്ലേ നമുക്ക്, അവിടെ മാറ്റാൻ പറഞ്ഞാൽ അതിനാണ് ഇയാൾ സമ്മതിക്കുന്നില്ലെന്ന്. MC ഈപ്പനച്ചൻ ഒരു മിനിറ്റിനെ അവിടെ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ഇവരെല്ലാം സാറേ എന്നാണ് വിളിക്കുന്നത്. സാറേ, ഒരു കുട്ടിയുടെ ജാതി, മതം, വയസ്സ്, അഡ്രസ്സ് ഇതൊക്കെ തീരുമാനിക്കുന്ന ആ കുട്ടിയുടെ രക്ഷിതാവാണ്. അതുപോലെ നമ്മൾ എഴുതി വെക്കുകയാണ് വേണ്ടത് നിയമപരമായിട്ട്. അധ്യാപകരോ സ്കൂളോ തീർക്കോ അത് മാറ്റാൻ യാതൊരു അധികാരമില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെ വെച്ചാൽ അതുപോലെ ഇരിക്കുന്നു. അച്ഛനും കൂടെ അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ തിരിപ്പോയി, അങ്ങനെ എനിക്ക് അഡ്മിഷൻ. പക്ഷെ ആ വിദ്വാൻ ഒരു കാര്യം ചെയ്തു, എന്നോട് പറഞ്ഞു ആദ്യത്തെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങളതിന് തയ്യാറായിട്ടല്ല പോയത്. തയ്യാറാകത്തതിൻ്റെ കാരണമുണ്ടായിരുന്നു. എടമറുക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ 7ാം സ്റ്റാൻഡേർഡ് പാസ്സായി ഇരുമാപ്പുറം ഹൈസ്കൂളിലേക്ക് പോകാതെ TC വാങ്ങാനായിട്ട് അവിടെ ചെന്നപ്പം TC എല്ലാം എഴുതി തന്നു KK ജോസഫ് സാറ്. എന്നിട്ട് ഡ്രോയിങ് ഇങ്ങനെ പറഞ്ഞു, എപ്പോഴും അത് എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ തന്നിട്ട് 48 രൂപ, വെള്ളി രൂപയാണ്. ഈ 48 രൂപ എണ്ണി എൻ്റെ ചേട്ടൻ്റെ കൊടുത്തു. അന്ന് 5ാം സ്റ്റാൻഡേർഡിൽ 5, 6, 7 5ാം സ്റ്റാൻഡേർഡിലെ ഫീസ് 1.5 രൂപയാണ് മാസം, 8 മാസം അടയ്ക്കണം. 5ാം സ്റ്റാൻഡേർഡിലേത്, അത് 6ാം സ്റ്റാൻഡേർഡിലേത് 1.5 രൂപ. 7ാം സ്റ്റാൻഡേർഡാകുമ്പോൾ 3 രൂപയാണ്, 8 മാസം അടയ്ക്കണം. അങ്ങനെ 48 രൂപ ഞാൻ ഫീസായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ കൊടുത്തു. പക്ഷേ ഞങ്ങൾ ഈ ജാതി മലയിലെന്ന് എഴുതിയത് കാരണം ഹെഡ് മാസ്റ്റർ അതെടുത്തു. ഗവൺമെൻറ്റിൽ എഴുതി, അവിടെ എഴുതി, ഇവിടെ എഴുതി. അവസാനം പാലായിൽ അദ്ദേഹം തന്നെ നേരിട്ട് പോയി അവിടുത്തെ AEO കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് അനുവദിപ്പിച്ച് മേടിച്ചു. 48 രൂപ. ആ രൂപയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകാനുള്ള പ്രചോദനമായി.